ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഏഗൺ ലേണിംഗ്. ഇറ്റ്സ് മീ യദു എ ബി. നിങ്ങളെ സ്വന്തം യദു സാറാണ്. അപ്പം നാളെ നിങ്ങൾക്ക് SS-ന്റെ എന്താ പറയുക ഫൈനൽ എക്സാം ആണെന്ന്. എല്ലാവരും കഠിനമായിട്ടുള്ള പഠനത്തിലായിരിക്കും. സോ നിങ്ങൾ ഇങ്ങനെ A+ ഒക്കെ മിസ്സാക്കാൻ ചാൻസ് ഉള്ള കുറച്ച് ഏരിയകളുണ്ട് അല്ലേ, വിട്ടുപോകുന്ന കുറച്ച് ഏരിയകളുണ്ട്. അതിലുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. ഒന്നാമത്തെ, നമ്മൾ ഇന്ത്യയും സാമ്പത്തിക ആസൂത്രണം എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ഒരു പ്രധാനപ്പെട്ട ഏരിയ ആണ് പ്ലാനിംഗ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആസൂത്രണം എന്ന് പറയുന്നത് അല്ലേ. സോ ഇന്ത്യയുടെ ആസൂത്രണത്തിന്റെ പിതാവ് ആരാന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആരാണ് ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ്, അദ്ദേഹത്തിന്റെ സംഭാവനകൾ എന്തെല്ലാം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയണം M. വിശ്വേശ്വരയ്യ. മോക്ഷഗുണ്ടം വിശ്വേശ്വരയ്യ ആണ് ദ ഫാദർ ഓഫ് ഇന്ത്യൻ പ്ലാനിംഗ് എന്നൊക്കെ അറിയപ്പെടുന്നത് അദ്ദേഹമാണ്. ഇന്ത്യയുടെ സാമ്പത്തിക ആസൂത്രണത്തിന് വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ നൽകിയതാണ് ഇദ്ദേഹമാണ് കേട്ടോ. M. വിശ്വേശ്വരയ്യാണ്. അദ്ദേഹം ഒരു എഞ്ചിനീയറും കൂടിയായിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾ ആലോചിക്കണം. പിന്നെ ഇന്ത്യയുടെ ആസൂത്രിത സമ്പദ് വ്യവസ്ഥ ദ പ്ലാൻഡ് എക്കണോമി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകം അല്ലെങ്കിൽ വിഖ്യാത ഗ്രന്ഥം രചിച്ചതും M. വിശ്വേശ്വരയ്യ തന്നെയാണ്. ഓക്കെ, സോ ഇങ്ങനൊരു ചോദ്യം കണ്ടു കഴിഞ്ഞാൽ ആരും അത്ഭുതപ്പെടേണ്ട ആവശ്യമില്ല. മോക്ഷഗുണ്ടം വിശ്വേശ്വരയ്യ അല്ലെങ്കിൽ M. വിശ്വേശ്വരയ്യനെ കുറിച്ച് നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ എന്തായാലും എഴുതണം. ഓക്കെ, പിന്നെ അടുത്തത്, ഇത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തിന്റെ 4 പ്രധാന ലക്ഷ്യങ്ങൾ എന്തെല്ലാം എന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. ഒന്നുകിൽ ഈ 4 ലക്ഷ്യങ്ങൾ ഏതാണെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഇത് ഏതെങ്കിലും 2 എണ്ണം ചോദിച്ചിട്ട് അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയാം, വിശദമാക്കാൻ ചോദിക്കും. അപ്പൊ തുല്യത, വളർച്ച, ആസൂത്രണം, സ്വാശ്രയത്വം, ഈ 4 പോയിന്റുകളും അതിന്റെ ഡീറ്റെയിൽ എക്സ്പ്ലനേഷനും നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, വിശദമായിട്ട് ഈ 4 കാര്യങ്ങൾ, തുല്യത, വളർച്ച, ആസൂത്രണം, സ്വാശ്രയത്വം, ഈ 4 കാര്യങ്ങൾ, അതിന്റെ ഇംഗ്ലീഷ് ഇവിടെ ഉണ്ട്. റൈറ്റ് ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് എക്കണോമിക് പ്ലാനിംഗ് ഇൻ ഇന്ത്യ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇക്വിറ്റി, മോഡേണൈസേഷൻ, ഗ്രോത്ത്, സെൽഫ് റിലയൻസ്, ഈ 4 പോയിന്റ് എഴുതി അതിനെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ നിങ്ങൾ അറിഞ്ഞിരിക്കണം. നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്, പക്ഷെ ഇതാരും മറന്നു പോവരുത്. ഓക്കെ, ഇനി അടുത്തത്, ഇന്ത്യയിലെ സാമ്പത്തിക വളർച്ച കണക്കാക്കുന്നത് ഏതെല്ലാം മേഖലകളെ അടിസ്ഥാനപ്പെടുത്തിയാണ്. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. ഇതിൽ പഠിക്കേണ്ടത് ഒന്നാമത്തത് പ്രാഥമികം, രണ്ടാമത്തത് ദ്വിതീയം, മൂന്നാമത്തത് തൃതീയം, അല്ലെങ്കിൽ പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ, ടെറിഷറി സെക്ടർ. ഇതിൽ ഓരോന്നും വരുന്നത് നിങ്ങൾക്ക് അറിയാലോ ഏതൊക്കെയാണെന്നുള്ളത്. പ്രൈമറിയിലാണ് അഗ്രികൾച്ചർ, ഫിഷറീസ്, മൈനിങ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരിക അല്ലെ. അഗ്രികൾച്ചർ, ഫിഷറീസ്, മൈനിങ് അല്ലെങ്കിൽ കൃഷി അല്ലെ, മത്സ്യബന്ധനം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നത് പ്രൈമറി ആണ്. സെക്കൻഡറി അല്ലെങ്കിൽ ദ്വിതീയ മേഖലയിലാണ് എന്താണ് ഈ വ്യവസായങ്ങളൊക്കെ വരിക അല്ലെ, വ്യവസായശാലകളും വ്യവസായങ്ങളൊക്കെ വരുന്നത് സെക്കൻഡറി അല്ലെങ്കിൽ ദ്വിതീയ മേഖലയിലാണ്. ഇനി തൃതീയ മേഖലയിൽ വരുന്നതാണ് ഇപ്പൊ യദു സാർ ചെയ്യുന്നത്, ടീച്ചിങ്, പോലീസ്, ഡോക്ടേഴ്സ് അല്ലെ, സർവീസസ്, എഞ്ചിനീയർ, അങ്ങനത്തെ സർവീസ് സെക്ടർ ആണ് ഈ ടെറിഷറി സെക്ടർ അല്ലെങ്കിൽ തൃതീയ മേഖല എന്ന് പറയുന്നത്. സോ ഈ പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല, ഇതിൽ വരുന്ന കാര്യങ്ങളെ ക്രോഡീകരിക്കാൻ നിങ്ങൾ പഠിക്കണം. ഓക്കെ, സോ ഇന്ത്യൻ സാമ്പത്തിക മേഖല എങ്ങനെയാണ് തരംതിരിക്കുന്നത് എന്നൊക്കെ ഒരു ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. പിന്നെ അടുത്ത ചോദ്യം, വാട്ട് ഡു യു മീൻ ബൈ എക്കണോമിക് ഗ്രോത്ത്? സാമ്പത്തിക വളർച്ച എന്നതുകൊണ്ട് നിങ്ങൾ അർത്ഥമാക്കുന്നത് എന്താണ്? റൈറ്റ് ദ 3 സെക്ടേഴ്സ് ഓൺ ദ ബേസിസ് ഓഫ് വിച്ച് എക്കണോമിക് ഗ്രോത്ത് ഈസ് മെഷേർഡ്. നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം തന്നെ. അപ്പൊ നിങ്ങൾ സാമ്പത്തിക വളർച്ച എന്താണ്? എക്കണോമിക് ഗ്രോത്ത് ഇൻഡിക്കേറ്റ്സ് ദ ഇൻക്രീസ് ഇൻ ദ ഔട്ട്പുട്ട് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ കൺട്രി, അല്ലെങ്കിൽ എക്കണോമി, ആ രീതിയിൽ നിങ്ങൾ ആൻസർ കൊടുക്കണം. ഓക്കെ, എക്കണോമിക് ഗ്രോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിക്കേറ്റ്സ് ദ ഇൻക്രീസ് ഇൻ ദ ഔട്ട്പുട്ട് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഇൻ ദ കൺട്രി. കറക്റ്റ് ആയിട്ടൊരു ഡെഫിനിഷൻ നിങ്ങൾ കൊടുക്കുക. പിന്നെ നേരത്തെ നമ്മൾ പറഞ്ഞ എക്കണോമിനെ നമ്മൾ പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ, ടെറിഷറി സെക്ടർ എന്ന് 3 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിന് ഓരോ എക്സാമ്പിളുകളും വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഉഷാർ. ഓക്കെ, സോ ഇതുപോലുള്ള കിട്ടിലൻ കോണ്ടന്റ് വീഡിയോസ് ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ വരും, സോഷ്യൽ സയൻസിന്റെ ടീം വരും. എല്ലാവരും നമ്മളുടെ കോണ്ടന്റ് വീഡിയോസിന് വേണ്ടി കാത്തിരിക്കുക, നമ്മളെ ഷോർട്ട് വീഡിയോസ് കാണുക, നമ്മളെ മാരത്തോൺ ലൈവുകളൊന്നും മിസ്സാക്കാണ്ടിരിക്കുക. അടിപൊളിയായിട്ട് നിങ്ങളുടെ ഫൈനൽ എക്സാം എഴുതാം. സോ എല്ലാവരും നമുക്ക് കാണാം. ബൈ.